ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ ഇവര് പറയുന്ന ഒരു സിനിമയാണ്. പടത്തിന്റെ പേര് പോലീസ് ഡേ. പടത്തിന്റെ പേര് പോലീസ് ഡേ എന്നായതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങേരാണ് DYSP ഇടിക്കുള. ഇടിക്കുള മാസാണ് എന്നാണ് അയാള് വിചാരിക്കണത്. ഒരു സാമ്പിൾ അങ്ങോട്ട് പിടിക്കുക. മക്കളെ, എന്റെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞ ഈ ലോക്കൽ സ്റ്റേഷനിലെ ഏമാന്മാര് ജനമൈത്രി കളിക്കില്ലേ, അതുപോലെയല്ല. 4 ദിവസം എടുക്കും നീയൊക്കെ മൂത്രമൊഴിക്കാൻ. മനസ്സിലായടാ? അല്ല, ഇവരെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കലും അപ്പിയിടിപ്പിക്കലൊന്നും അല്ലല്ലോ പോലീസിന്റെ ഉദ്ദേശം. സത്യം കണ്ടുപിടിക്കലല്ലേ. ബാലഗോപാലിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ടാഗോർ കോളനിയിൽ. ജോസഫേ, ഒരു ഏമ്പക്കത്തിന് സമയം കൊടുക്കാതെ അവനെ പൊക്കിയാരെ. ഏമ്പക്കത്തിന് സമയം കൊടുക്കാതെ പൊക്കണത്രേ. അതെങ്ങനെ ഇപ്പൊ? അത് ഏമ്പക്കത്തിന് സമയം കൊടുക്കാണ്ട് എങ്ങനെ പൊക്കുക? ജോസഫേ, ഒരു ഏമ്പക്കത്തിന് സമയം കൊടുക്കാതെ അവനെ പൊക്കിയാരെ. ഇയാൾ എന്തോന്നായി പറയുന്നേ? അതെ, മാസാണെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ വായി തോന്നിയതൊന്നും പറയാൻ നിൽക്കരുത്. അങ്ങനെ ഏതോ ബാലഗോപാലനെ, അതും അയാൾ ഏമ്പക്കം വിടുന്നതിന് മുന്നേ പിടിക്കാൻ വേണ്ടി 2 പോലീസുകാര് ടാഗോർ കോളനിയിലേക്ക് കെട്ടിയെടുക്കുകയാണ്. നല്ല ഇറച്ചിയാണല്ലോ. ഇതെന്തത്, കോഴിയൊക്കെ കറിയുണ്ടല്ലോ. പോലീസല്ലേ വരണത്, അല്ലാതെ കന്ദസ്വാമി ഒന്നല്ലല്ലോ. കേരളം മൊത്തം തെരയുന്ന ഒരു ക്രിമിനൽ ആണ് കേട്ടോ ഈ ബാലഗോപാലൻ. യുവതിയെ പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതി ബാലഗോപാൽ ഇപ്പോഴും ഒളിവിൽ. നോക്കുമ്പോണ്ട് അയാൾ ഇവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് ചായ കുടിക്കുന്നു. ഇയാളെയാണോ പോലീസ് ലോകം മൊത്തം തെരഞ്ഞോണ്ടിരിക്കണത്? ബാലഗോപാലിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ബാലഗോപാലൻ, ആ പീഡന കേസ് പ്രതി. എനിക്കറിയില്ല കേട്ടാ. ചായ കുടിച്ചോണ്ട് നിൽക്കുന്ന ബാലഗോപാലിനെ കണ്ട പോലീസുകാര് അയാളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വേറൊരുത്തനെ ഒരു കാര്യമില്ലാതെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്തിനാന്നാവോ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വേറൊരു കോമഡി എന്താന്ന് വെച്ചാ, ഇത്രയും വലിയ ഫൈറ്റ് ഒക്കെ നടന്നിട്ട് മാർക്കറ്റിലുള്ള ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓറഞ്ച് ഒക്കെ ഉണ്ടല്ലോ. അങ്ങോട്ട് പോയി വിளையாடுங்கப்பா. അങ്ങോട്ട് പോയി വിளையாടാവാ. ഇങ്ങനെ നിലത്ത് നിന്ന് അടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ പോലീസുകാരന്റെ മുതുകത്തൊക്കെ ചവിട്ടി ചാടിയത്? എന്റെ മോനെ, ഒന്നുകൂടി കാണിക്കോ പ്ലീസ്. പോളീസ് സാധനം. സാർ, ഇതൊരു പൊട്ടപ്പടല്ലേ? അങ്ങനെ ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കാൻ പോലീസുകാർ എടുത്തോണ്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ ഈ കറുത്ത് പനിയിട്ട ആളെ ഈ പോലീസുകാർ പഞ്ഞിക്കിടുന്നുണ്ട്. പക്ഷെ അയാളെ അറസ്റ്റ് ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പൊ ആരെയാള്? എന്തിനപ്പ അയാളെ തല്ലിയത്? എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലണത്? അങ്ങനെ ഇടിക്കുള ബാലഗോപാലനെ ചോദ്യം ചെയ്യുകയാണ്. നീ കല്യാണം കഴിച്ചാണ്? 3 മാസം സാർ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമേ ആയുള്ള. എടാ, ഉറച്ച ഒരു സർക്കാരിന് വേണ്ടി ആഞ്ഞാഞ്ഞ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നീ പോയി ഈ ചെറ്റത്തനം കാണിച്ചാലോടാ വൃത്തികെട്ടവനെ. ഇത് എന്ത് ഡയലോഗാണ്? ഈ സൈലൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയലൻസ് ഉള്ള ഒരു സിനിമ ഇടാം. അയാളുടെ ഒരു വയലൻസ് ഒന്ന് പോടോ. അതിന്റെ ഇടയിൽ നമ്മുടെ പോലീസുകാരൻ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട്. വരും. ബീഫും പൊറോട്ടയൊക്കെ വാങ്ങിച്ചെങ്കിലും പോലീസുകാരൻ അതിന്റെ കാശൊന്നും കൊടുക്കണില്ല കേട്ടോ. പിന്നെ ഇത് പറ്റി എഴുതിക്കോണേ. ഓ, ഇയാൾക്ക് കഴിക്കാനാണോ ബീഫ്? ആരടാ ഇത്ര ചൂടായിട്ട് വാങ്ങിച്ചോണ്ട് 5 പൈസ വാങ്ങിക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടാനായിട്ട്? നീ ആരെന്റെ പെങ്ങടാ മോനോ? ഇതിനാണോ ഇയാള് ബീഫ് മേടിച്ചിട്ട് വന്നത്? ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ ബീഫ് പ്രയോഗേ, ഇയാളിത് തിന്നാനാണോ വാങ്ങിയത് അതോ ഇവന്റെ സാമാനത്തിൽ തേക്കാനോ? ഇതിപ്പോ നല്ല ഇറച്ചി വെറുതെ വേസ്റ്റ് ആയി പോയി. അങ്ങനെ ബാലഗോപാലിനെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അന്വേഷിച്ച് അയാളുടെ അച്ഛൻ ഇടിക്കുളയെ കാണാൻ വേണ്ടി വരികയാണ്. സാറ് പറഞ്ഞ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്റെ മോനെ ഒന്ന് ഇറക്കി തരണം. ഞാൻ ഒരാളെ പറഞ്ഞുതരാം, അയാളെല്ലാം സെറ്റാക്കി തരും. വലിയ ക്രിമിനൽ ലോയറാ. ആദർശ് സാറിപ്പോ വരും. പിന്നെ സാർ അത്ര പെട്ടെന്നൊന്നും കേസ് ഏറ്റെടുക്കാറില്ല. കുടിക്കാൻ ചായ വേണോ കോഫി വേണോ? എനിക്ക് ചായ മതി. ഏയ് അല്ലല്ല, കാപ്പിയാവാല്ലേ? പിന്നെ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കേട്ടുകഴിഞ്ഞ് സാർ കുടിക്കാൻ ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു. എങ്കിൽ കേസ് പ്രൊസീഡ് ചെയ്യാം എന്നാണ് അർത്ഥം.
എന്താന്നറിയില്ല, ഈ സിനിമയത്തെ പോലീസും വക്കീലൊക്കെ ഇങ്ങനെയാണ്. ഒരു പോലീസുകാരനാണെങ്കിൽ അസ്ഥാനത്ത് ബീഫ് കൊണ്ട് പെയിന്റ് അടിക്കുന്നു, വക്കീലാണെങ്കിൽ ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചാൽ കേസ് ഏറ്റെടുത്തു എന്നാണ് ഇത്ര അർത്ഥം. എടോ, തനിക്ക് കേസ് ഏറ്റെടുക്കാൻ പറ്റിച്ചാ പറ്റുന്നു പറയാ, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാ, അത്രേ ഉള്ളൂ. അതിനാണ് ഇയാളുടെ ഒരു കാപ്പിയും ചായയും ബൂസ്റ്റും. അപ്പോ സാറിന് കുടിക്കാൻ ചായ കാപ്പിയോ? ഗുരുജി ഓപ്ഷൻ തരൂ. കാപ്പി, മോര്. ഒന്നും വേണ്ട സാർ. ആ എന്നാലും അതല്ലോ. സാറിനൊരു കോഫി എടുത്തോ? ചായക്കടയിൽ നിന്നവനെയൊക്കെ പിടിച്ച് വക്കീലാക്കിയ ഇങ്ങനെ ഉണ്ടാവും. അപ്പോ സാറിന് കുടിക്കാൻ ചായ കാപ്പിയോ? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. സ്ട്രോങ് ആയിക്കോട്ടെ. ഇനി ഈ ഇടിക്കുളയും വേലക്കാരൻ ബാസിയും നമ്മുടെ വക്കീലും എല്ലാവരും ചേർന്ന് വെള്ളടിച്ചിട്ട് ഒരു നാടൻപാട്ട് അങ്ങോട്ട് പാടുകയാണ്. പാട്ടിന്റെ പേര് കീറമണി കണ്ടേ. എന്തോന്നാ അതെപ്പോ കണ്ടു? മറ്റേ ബീഫ് വെച്ച് വരയ്ക്കുമ്പോഴാണോ? അതേതായാലും അധികം ആർക്കും കാണില്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വെറൈറ്റി സ്റ്റെപ്പൊക്കെ ആണല്ലോ, വൈബ് തന്നെ. കീറമണി കണ്ടേ, അയാളുടെ ഒരു കീറമണി. ഇതേ സമയം ജയിലിന്റെ ഉള്ളിൽ ഒരു കുറ്റവാളി ഇടിക്കുളയുടെ ഒരു A4 സൈസ് ഫോട്ടോ ലൈറ്റർ വെച്ച് കത്തിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം. ഇയാൾക്ക് ഈ ജയിലിന്റെ ഉള്ളിൽ ലൈറ്ററും ഇയാളുടെ ഇത്ര വലിയ ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് കിട്ടിയത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. മെയിൻ ചോദ്യം, ഇയാൾ ആരാ? ഇതേ സമയം വേറൊരു സൈഡില് ഒരു മുടിയൻ ഇടിക്കുളയുടെ ചിത്രം വരച്ചിട്ട് അതിൽ ആണി തറച്ച് കളിക്കുകയാണ്. ഇതില് പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഇനി ഓണാശംസകൾ അയക്കാനാണോ? നമ്മുടെ ഇടിക്കുളയുടെ വീട്ടിലെ മേലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാൻ 4 പെൺകുട്ടികൾ വരികയാണ്. അങ്കിളെ, വികാസ് നഗർ എവിടെയാ? നമ്മുടെ ഏരിയല്ലേ? അങ്കിളെ ഫ്രണ്ടിലിരുന്നോ, ഞാൻ ബാക്കിരുന്നോളാം. മുന്നിലിരിക്കാൻ പാടില്ല. ആട്ടെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? ഞാനിപ്പോ കാർ ഓടിക്കും. ഈ റോഡ് ഇങ്ങനെ തന്നെ കിടന്നാ ഒന്ന് വിളിച്ചോണ്ട് പോടാ. അത് കണ്ടോ, അതാണ് എന്റെ വീട്. ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ വരാം. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. അപ്പൊ എങ്ങനെയാ, ഗ്രീൻ സിഗ്നലോ റെഡ് സിഗ്നലോ? ഞങ്ങൾക്ക് ഓക്കെയാണ് സർ. അങ്ങനെ ഇടിക്കുള റിട്ടയർഡ് ആയി. സർവീസ് ഇരിക്കുമ്പോ കുഴപ്പിച്ചവന്മാരെല്ലാം നമുക്കിട്ട് പണിതരാൻ നോക്കുന്ന ദിവസങ്ങളാ പിന്നെ അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദിവസം കുറച്ച് കോഴിക്കാലെല്ലാം കടിച്ചു പറിച്ച് കുറച്ച് പരദൂഷണം എല്ലാം പറഞ്ഞ് പിരിയാ. ഇടിക്കുളയുടെ വീട്ടിൽ വാടകയ്ക്ക് വന്ന ഈ 4 പെൺകുട്ടികൾ ഇടിക്കുളയുടെ റിട്ടയർമെന്റ് പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചേക്കുക. അടിപൊളി ബിരിയാണിയാ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. കീറമണി കണ്ടോരും കാണാത്തവരും ഒക്കെ ഉണ്ടല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അല്ല, ഞങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. അതേസമയം ഇടിക്കുളയുടെ ഫോട്ടോ ലൈറ്റർ വെച്ച് കത്തിച്ച ആ ക്രിമിനൽ ഇല്ലേ, അയാൾ ജയിലിൽ ചാടി. അയാളുടെ പേരാണ് ജീവ. ജീവ എന്ന ക്രിമിനൽ ജയിൽ ചാടിയിരിക്കുന്നു. ഓവർ. ക്രിമിനൽ ആണെങ്കിലും ജീവ ഡീസന്റ് ആണ്. ഹെൽമറ്റ് ഒക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കൂ. ഇയാള് ജയിലിൽ ചാടിയപ്പോഴേക്കും ഇയാൾക്ക് ബൈക്കും ഹെൽമറ്റും ഇതൊക്കെ എവിടെന്നാ കിട്ടിയത്? അതൊന്നും ഇതിൽ കാണിക്കണില്ലല്ലോ. ഇയാൾ എങ്ങനെയാണ് ജയിലിൽ ചാടിയത് തന്നെ ഇതിൽ കാണിക്കണില്ല. അത് പിന്നെ പോട്ടെ. ഒരു സമുദ്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച വെള്ളപ്പൊക്കൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം നമ്മുടെ ബാസി ഒന്ന് നോക്കുമ്പോണ്ട് അതോ അത് ടൊമാറ്റോ സോസ് ബനിയനിൽ പോയതായിരിക്കും. എടോ, കണ്ടറിയില്ല, അയാൾ ചത്തു. ഇത്രയ്ക്ക് പൊട്ടനാണോ താൻ? ഇനി നമ്മുടെ ബാസിയുടെ വക ഒരു മാരക പെർഫോമൻസ് ആണ്. ഫ്ലാഷ് ബാക്ക്. ഇയാളൊന്ന് വടിയായി കിട്ടിയായിരുന്നാല് ഈ സാധനമൊക്കെ കുടിച്ചു കുടിച്ച് മരിച്ചേനെ. എന്താ എന്തു പറ്റി? എന്താ എന്തു പറ്റി? അത് പറഞ്ഞതാണ് ആശാനെ, എന്റെ സാറ് പോയി. ഇതല്ലാണ്ട് വേറൊന്നുമില്ലേ. ഇനിയാണ് നമ്മുടെ കഥയിലെ നായകന്റെ എൻട്രി. ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് സർ. ഓവർ. സത്യം പറയാലോ, ഇതിൽ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ തന്നെയാണ്, ഈ നായകന്റെ എൻട്രി ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ സിനിമ കിടക്കുന്നുണ്ട്, പോയി നോക്കാം. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പച്ചക്കുതിരത്തെ ദിലീപിനെ പോലത്തെ എന്തോ ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യണതെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇയാളൊരു പോലീസ് ഓഫീസർ ആണ്. ഇത്ര ഒരു പോലീസ് ഓഫീസറിന്റെ ഇൻട്രോ ആണ് നിങ്ങൾ ഈ കണ്ടത്. ഓഫീസർ ലാൽ മോഹൻ. ഓ, മോഹൻലാൽ. ഡയറക്ടർ ബ്രില്യൻസ്.
കൊള്ളാം. ഇയാൾക്ക് എന്താണ് വയ്യേ? അങ്ങനെ ഇടിക്കുള മർഡർ കേസിന്റെ ചുമതല നമ്മുടെ ലാൽ മോഹൻ ഏറ്റെടുക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പടത്തിൽ നിങ്ങൾ കാണാൻ പോണത് ലാൽ മോഹന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നിങ്ങള് ഇടിക്കുള്ള സാറിന്റെ ഞങ്ങൾ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കോ? അല്ല, അവരോട് വേറൊന്നും ചോദിക്കണില്ലേ? കഴിഞ്ഞോ? ഇതാണോ ഇൻവെസ്റ്റിഗേഷൻ? എടാ നിന്നെ പോലൊരു മണ്ടനുണ്ടോ? ഈ ഗൺ ഷോട്ട് കൊണ്ടാണോ ഡെത്ത് കമ്മിറ്റഡ് ആയെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അതിപ്പോ വെടികൊണ്ട് മരിച്ച ബാലിസ്റ്റിക് എക്സ്പേർട്ട് വരണം. അതിപ്പോ ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോലീസല്ലേ, ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ആ സർ, ലാൽമോഹൻ കില്ലറെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഞാൻ ഉദ്ദേശിച്ച കൾപ്രിറ്റ് തന്നെ ജയിൽ ബ്രേക്ക് നടത്തിയ ആ ജീവ. അത് ശരി, ഇയാളെ നിങ്ങൾ ഇപ്പോഴാണോ സംശയിക്കണത്? ഈ ജീവ കൊല്ലാൻ വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ പോലീസുകാർ ഇടിക്കുളയെ വിളിച്ചിട്ടൊന്ന് കരുതിയിരിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇത്ര നേരമായിട്ട് ആരെങ്കിലും ഇയാളെ പറ്റി ഒന്ന് അന്വേഷിച്ചോ? അയാൾ ജയിലിൽ ചാടിയതാണ്, അല്ലാതെ വിരുന്നു പോയതല്ല. നല്ല പടം. അതെ, താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനും കുറെ നാളായി ഈ യൂണിഫോം ഇട്ടിട്ട്. അങ്ങനെ പിടികിട്ടാ പുള്ളിയായ ജീവയെ പിടിക്കാൻ വേണ്ടി ലാൽ മോഹൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ജീവണ്ടോ നിങ്ങൾ വെറുതെ സമയം കളയണ്ടെന്നും പറഞ്ഞ് പോലീസുകാരുടെ കാറിന്റെ മുമ്പിൽ വന്ന് പെട്ടു. അതിപ്പോ ലാഭായല്ലോ. ഇയാൾ ഇന്നലെ ജയിലിൽ ചാടിയ മനുഷ്യനല്ലേ? ഇയാൾക്ക് ഇത്രയും സമയം കൊണ്ട് എവിടേക്കൊക്കെ പോവാ? നേരെ വന്ന് കാറിന്റെ ഉമ്മർത്ത് ചാടിക്കൊടുത്തു. പോലീസിന്റെ മുന്നിൽ പെട്ടിട്ടും അയാൾ പെട്ടെന്നൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാണ്ട് ബൈക്ക് സ്റ്റാൻഡൊക്കെ ഇട്ട് നിർത്താൻ ശ്രമിക്കുകയാണ്. നിനക്ക് ആക്ച്വലി വട്ടാണോ പ്രാന്താണോ? ഓ, എന്താ ഞാൻ ഇതിനൊക്കെ പറയുക. പിന്നെ ഒരു ചേസിംഗ് ആണ്. ഓ, ലാൽമോഹൻ ഓടാനൊന്നും വയ്യ. അല്ല, ഇയാൾ എന്തിനപ്പ അത് തട്ടിയിട്ടത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കൊല്ലണ്ടവനാ. ഇത് എന്ത് ഓട്ടത്? ചാണകത്തിൽ ചവിട്ടിയ പോലെയാണ് അയാൾ ഓടണത്. അവസാനം എങ്ങനെയൊക്കെയോ മുക്കി മൂളി ലാൽ മോഹൻ ജീവയെ പിടിച്ചു. അവൻ കൊല്ലപ്പെട്ട രാത്രിയിൽ ഞാൻ അവിടെ പോയിരുന്നു. അവനെ കൊല്ലാൻ തന്നെ, പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയില്ല. ഓ, അപ്പൊ ഇടിക്കുളയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാള് കഷ്ടപ്പെട്ട് ജയിലിൽ ചാടി ഇടിക്കുളുടെ വീട്ടിൽ കയറി. പക്ഷെ റോഡിലൂടെ ഒരു പോലീസ് ജീപ്പ് പോകുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും ഇയാള് പേടിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. കഷ്ടണ്ടോ? അപ്പൊ എന്തിനാ ഇയാൾ ഇത്ര കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയത്? അവിടെ തന്നെ അങ്ങോട്ട് കടന്നാ പോരെ? കുറെ ഫോട്ടോ ആരെങ്കിലും കൊണ്ടു വരും, ലൈറ്റർ വെച്ച് കത്തിച്ചോ. തന്നെ കൊണ്ട് അതിനൊക്കെ തന്നെ പറ്റുള്ളൂ. 9:30 മതിൽ ചാടിയ ഒരാള് വീടിനകത്തെത്തി വെടിവെക്കാൻ എടുക്കുന്ന ടൈമും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ടൈമും മാച്ചിങ് ആണ്. 9:30 മതിൽ ചാടിയ ആള് കൊല്ലാൻ എടുക്കുന്ന സമയം ഇയാൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? എനിക്ക് അതാണ് അറിയേണ്ടത്. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. 9:30 മതിൽ ചാടിയ ഒരാള് വെടിവെക്കാൻ എടുക്കുന്ന ടൈമും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ടൈമും മാച്ചിങ് ആണ്. ഈ മതിൽ ചാടിയ ആൾക്ക് ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അയാൾ ലേറ്റ് ആയിട്ടാവും കൊന്നുണ്ടാവുക. എന്താ അങ്ങനെ ആയിക്കൂടെ? അപ്പൊ സമയം തെറ്റില്ലേ? ഇത് കേസ് അന്വേഷിക്കുകയാണോ അതോ തൊള്ളെ തോന്നിയതൊക്കെ വിളിച്ചു പറയാണോ? 9:30 മതിൽ ചാടിയ ഒരാള് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ട് കണ്ടാണ് മരണപ്പെട്ടതെന്ന് സ്പെസിഫിക് ആയിട്ട്. എന്തായിട്ട്? ഒന്നുകൂടി പറയൂ. സ്പെസിഫിക് ആയിട്ട് പസഫിക്കോ? സ്പെസിഫിക് പസഫിക്കും അറ്റ്ലാന്റിക്കും ഒന്നല്ല. സ്പെസിഫിക് ആയിട്ട് മതിൽ ചാടിയ സമയത്ത് ജീവയുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. അല്ല, ആളെ കൊല്ലാൻ തോക്കൊണ്ടല്ലേ വരണ്ട്, അല്ലാണ്ട് തോട്ടി കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ബോഡിന്ന് കിട്ടിയ ബുള്ളറ്റും ആ ജീവയുടെ തോക്കൊക്കെ വെച്ച് നോക്കിക്കൂടെ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ ഇയാളാണ് കൊന്നതെങ്കിൽ അതിന്നൊരു ബുള്ളറ്റ് പോയിണ്ടാവൂലോ. അത് പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം പറയണോ? ഇത്രയും പോലീസുകാരുണ്ടായിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവര് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം. ഈ പരിപാടി നീ ഇവിടെ നിർത്തിക്കോ. എന്നിട്ട് താമ്പല്ല കപ്പിലണ്ടി കച്ചവടത്തിന് പോകും. That's the point. ആവശ്യമുള്ളതൊന്നും ചിന്തിക്കരുത് കേട്ടോ. 9 മണിക്ക് മതിൽ ചാടിയ ആള് 10 മണിക്ക് കൊല്ലും. 7 മണിയുടെ സീരിയല് 7:30 കഴിയും. മുൻഷി വാർത്തയ്ക്ക് മുമ്പാണ്. ഓരോ കണ്ടുപിടുത്തങ്ങളെ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഈസ് എ ബിഗ് ഫിഷ്. നെത്തോലി ഒരു ചെറിയ മീനല്ല അല്ലേ സാർ? എന്താ അടുത്തത്? നത്തോലി ഒരു ചെറിയ മീനല്ല. അതാണല്ലോ ഇവിടുത്തെ വിഷയം. എന്തൊക്കെയാണ് ഇയാൾ പറയണത്? നത്തോലി ഒരു ചെറിയ മീനല്ല, മത്തിക്ക് വില കൂടി. നെത്തോലി ഒരു ചെറിയ മീനല്ല. കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആരുമില്ലേ ഈ സിനിമയില്? നത്തോലി ഒരു ചെറിയ മീനല്ല. അത്ര ഒരാൾ അവിടെ ചത്തും മരുന്ന് കിടക്കുക, ആരെ കൊന്നു തന്നെ അറിയില്ല. ഒന്നല്ലെങ്കിൽ അയാൾ നമ്മളെ മൊത്തമായിട്ട് ഫൂളാക്കാൻ ശ്രമിക്കുകയാണ്. അതാക്കേണ്ട കാര്യമുണ്ടോ? ഹൂ ഈസ് ദ കില്ലർ? നമുക്ക് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. കുറച്ചു നേരം കൂടി നോക്കും, എന്നിട്ട് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞാൻ അത് നിർത്തി പോവും. പക്ഷെ ഇവൻ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. അപ്പോഴാണ് ചർച്ചയ്ക്കിടയിൽ ഈ സാറിന് ആ വോയിസ് മെസ്സേജ് വരുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. ഇതിലിപ്പോ ജയിലിൽ ചാടിയ ആളും സംശയമുള്ളവനും എല്ലാം ഇയാളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അല്ലാതെ ഈ ലാൽമോഹൻ ഈ കസേരന്ന് എണീറ്റ് പോയിട്ട് ഒന്നും കണ്ടുപിടിക്കുന്നില്ല. അല്ല, കണ്ടുപിടിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിങ്ങൾക്ക് ശരിക്കുള്ള കൊലപാതകയെ വേണമെങ്കിൽ വാ, എന്റെ വീട്ടിലേക്ക് വാ. ഇവിടെ വരെ വാ, ഇവിടെ വന്ന് നോക്ക്.
നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ മുടിയൻ ചേട്ടനാണ് കുറച്ചു നേരത്തെ ആ വോയിസ് മെസ്സേജ് അയച്ചത്. ഇയാളുടെ പേര് റോക്കി. അന്ന് രാത്രി ഇടിക്കുളി കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം തീരുമാനം എടുത്തു തന്നെയാണ് ഞാൻ അന്ന് അവിടെ പോയത്. എന്റെ കയ്യിലെ പിസ്റ്റൾ യൂസ് ചെയ്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്തു. സാറിന്റെ മോനെ വിട്ടു തരണം. പണ്ടവും പട്ടാളത്തിലുമല്ലോ വരുന്ന പട്ടാളത്തില് എന്റെ പൊന്നു സാറേ, അവനൊരു കാക്ക എറിയാൻ പോലും അറിയത്തില്ല. നിങ്ങളുടെ മോനും ഇടിക്കുളിയും തമ്മിൽ എന്താ പ്രശ്നം? അയ്യോ, അതാ സാറേ അതിശയം. എന്റെ അറിവിൽ അവര് തമ്മിൽ പരിചയമോ ശത്രുതയോ ഒന്നുമില്ല. ഇടിക്കുളയെ അറിയാത്ത റോക്കി എങ്ങനെ ഇടിക്കുളയുടെ പടം വരച്ചു? എന്തിന് അയാളെ കൊല്ലാൻ പോയി? എനിക്കറിയില്ല. ഇവരൊന്ന് വീട്ടിൽ കൊണ്ടുവെക്കണേ. ചായ മേടിച്ചോളൂ. സാറേ, ബൂസ്റ്റിട്ട ഒരു ചായ വാങ്ങിച്ചു തരൂ. മകനെ കിട്ടിയില്ലെങ്കിൽ എന്താ, ബൂസ്റ്റിട്ട ചായ കിട്ടിയില്ലേ? നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? ബൂസ്റ്റിട്ട ഒരു ചായ വാങ്ങിച്ചു തരൂ. അല്ല, ഈ ചായയിൽ ബൂസ്റ്റ് ഇടൂ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുക്കറി ഷോ ആണല്ലോ. ചായയിൽ ബൂസ്റ്റ് ഇടാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇത് കാണുമ്പോ എന്റെ മനസ്സിൽ വരുന്ന സംശയങ്ങള്. കൊള്ളാം. ഓ, ഇതെ വീണ്ടും ചായ. എങ്ങനെയുണ്ട് ചായ? കൊള്ളാം സാർ. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ്. അതെ, അതാണല്ലോ ഇപ്പൊ ഇവിടെ വിഷയം. ചായ കുടിച്ച എനർജിക്ക് വയ്യ, വേറെ വല്ലതും പറയാം. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ്. തന്നെ ആരോടെ പോലീസുകാരനാക്കിയത്? നല്ല വല്ല കോമഡി ആണെങ്കിൽ ഞങ്ങളും കേൾക്കട്ടെ. ഈ രേഖക്ക് കോമഡി ഭയങ്കര ഇഷ്ടാ. രാത്രി എല്ലാ ദിവസവും ബോയിങ് കണ്ടിട്ട് ബെഡിലേക്ക് വീഴാറുള്ളൂ അല്ലേ? അത് ഇയാൾക്ക് എങ്ങനെ അറിയാ? അതൊക്കെ ഉണ്ട്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ചായ കഴിഞ്ഞു. ഇനി സ്പെഷ്യൽ കാന്താരി ചിക്കൻ. സ്പെഷ്യൽ കാന്താരി ചിക്കൻ. സാറേ, ഉപ്പുമുളിയെ കറക്റ്റാ. അല്ല, ഇവര് കേസൊന്നും അന്വേഷിക്കണില്ലേ? കണ്ടില്ലേ? ഇതന്നെ അന്വേഷണം. എന്റെ ഭാര്യ ഇതുകൊണ്ട് പറയല്ല, പാചകത്തില് അവള് നളനെ തോപ്പിക്കും. ഇയാളിങ്ങനെ നളനെ നകുലനെയൊക്കെ തോൽപ്പിച്ച് നടന്നോ? കേസൊന്നും അന്വേഷിക്കണ്ട. പാചകത്തില് അവള് നളനെ തോപ്പിക്കും. അതല്ല എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. സാർ, ആ ബാലസ്റ്റിക് എക്സ്പെർട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ. ശരി, നടക്കട്ടെ. കേസിന്റെ കാര്യവും നടക്കണില്ല, ഇതെങ്കിലും നടക്കട്ടെ. എങ്ങനെയുണ്ട്? ഉഗ്രനല്ലേ? ഇനി നമുക്ക് ബാലിസ്റ്റിക് എക്സ്പെർട്ട് പറയുന്നത് കേൾക്കാം. ബുള്ളറ്റിൽ ഉണ്ടാകുന്ന മാർക്കിങ്ങിനെ ബേസ് ചെയ്താണ് ക്രൈമിൽ ഉപയോഗിച്ച വെപ്പൺ ഏത് കമ്പനിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. റൈഫിളിംഗ് എന്നാ ഞങ്ങൾ ഇതിനെ വിളിക്കാറ്. ഇതെന്ത് വിക്കിപീഡിയ നോക്കിയിട്ട് വായിക്കണ പോലെ? ഈ പെപ്പറിംഗ് എന്ന് വെച്ചാൽ കത്താത്ത വെടിമരുന്ന് തരികളില്ലേ? ഈ ബുള്ളറ്റ് തോക്കിന്റെ കുഴലിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റിന്റെ പുറത്തൊരു ഗ്രീസ് ഉണ്ടാകും. ഇത് എൻട്രി വൂണിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ടാക്കും. ഇതിനെ ഗ്രീസ് കോളർ എന്നാണ് പറയാറ്. ഇതിനെ അബ്രേഷൻ കോളർ എന്നാ പറയാറ്. ഇതിനെ ഗ്രീസ് കോളർ എന്നാണ് പറയാറ്. ഈ വൂണ്ടിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് കുറെ നേരമായല്ലോ. ഇതിപ്പോ നിപ്പിൽ ഇയാൾ ഈ കേസ് തെളിയിക്കുന്നുണ്ടല്ലോ. അതും ഈ സയന്റിഫിക് എവിഡൻസുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു സൂസൈഡ് അറ്റംപ്റ്റിനുള്ള ഒരു മിനിറ്റ് എന്തിനുള്ള അറ്റംപ്റ്റ്? ഒരു സൂസൈഡ് അറ്റംപ്റ്റ്. സ്യൂസൈഡോ? ഷൂസൈഡ് അല്ല, ചെരുപ്പിന്റെ സൈഡ്. ഒരു സൂസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുള്ളിയുടെ ഗണ്ണിൽ തന്നെ ആവാമായിരുന്നില്ലേ? എന്തൊക്കെയാണ് ഈ ലാൽമോഹൻ വിളിച്ചു പറയണത്? ചേട്ടാ, ഇടിക്കുളയ്ക്ക് സ്യൂസൈഡ് ചെയ്യാനാണെങ്കിൽ അയാൾ സ്വന്തം തോക്കുന്ന് വെടിവെച്ച് ചാവില്ലേ? അല്ലാണ്ട് അയാൾ കയ്യിലൊരു തോക്ക് പിടിച്ച് എന്നിട്ട് വേറെ തോക്കെടുത്ത് മറ്റേ കൈ കൊണ്ട് വെടിവെച്ചിട്ടൊക്കെ ചാവുവോ? ആര് ചിന്തിക്കാത്ത രീതിയിലൊക്കെയാണല്ലോ സാറ് ചിന്തിക്കണത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇനി നമ്മുടെ റോക്കി ആണോ ഇടിക്കുളേനെ കൊന്നത് എന്ന് അറിയാൻ വേണ്ടി ലാൽമോഹൻ റോക്കിക്ക് ഒരു തോക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെടിവെച്ച് നോക്കാൻ പറയാണ്. നോക്കുമ്പോ റോക്കിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവനൊരു കാക്കനെ കല്ലെറിയാൻ പോലും പറ്റൂല. തീർത്തൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോ ഇയാൾ അഭിനയിച്ചതായിക്കൂടെ? സാറത്തെ, ഇവനെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. ഒരു ചായ കൂടി മേടിച്ചു കൊടുത്തോ. നീ അതായിട്ട് എന്തിനാ കുറയ്ക്കണ്? കില്ലർ അതിബുദ്ധിമാനാണ്. കില്ലർ അതിബുദ്ധിമാനായതുകൊണ്ടാണോ അതോ നിങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണോ? ഒന്ന് ശരിക്കൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്, ഉത്തരം കിട്ടും. അങ്ങനെ ലാൽമോഹൻ വേറൊരു വഴിയില്ലാണ്ട് ജയിലിൽ കിടക്കുന്ന ജീവയെ കാണാൻ വേണ്ടി വരികയാണ്. ഇനി അയാളുടെ അടുത്ത് വല്ലതും കിട്ടിയാലോ? തിന്നാനല്ലാട്ടോ, തെളിവ്. ഹലോ, ഇടുക്കി സെന്റ് തോമസ് കോളേജില് 2013 ബാച്ചില് ഒരു ഇടങ്കയ്യൻ സ്പിന്നർ ഉണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ ഈ കോളേജ് ജയിക്കാൻ കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് ബൗളറാണ്. ഓക്കെ, അയിന് ഒരുപക്ഷെ അയാളെ തനിക്ക് അറിയാൻ പറ്റുമായിരിക്കും. ജീവ വാസുദേവ്. നീ എന്തൊക്കെയായി പറയണ പന്നി? ഇയാൾക്ക് തന്നെ അറിയോന്ന് ചോദിക്കാനാണോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും. തനിക്ക് ഇടിക്കുള്ളതിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഇനി ഒരു പാട്ടാണ്.
ഓ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം. വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. എന്തുണ്ടായതെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇവരാണ് ഇടിക്കുളയെ കൊന്നത്. ഇവരുടെ ഒരു കൂട്ടുകാരിയെ ഇടിക്കുളയും വേറൊരു ടീമും ചേർന്ന് ചതിച്ചു കൊന്നു. ആ കൂട്ടുകാരി ജീവയുടെ അനിയത്തിയാണ്. അതുകൊണ്ടാണ് അതിന് പകരം വീട്ടാൻ വേണ്ടി ഇയാൾ ഇടിക്കുളയെ കൊല്ലാൻ വേണ്ടി വന്നത്. സ്റ്റേറ്റ് ലെവൽ മീറ്റിൽ ഫസ്റ്റ് കിട്ടാൻ അവൾ അച്ഛനെ കൊണ്ട് ആ കടുങ്കൈ ചെയ്യിച്ചു. മേഘയുടെ സ്പോർട്സ് കിറ്റിൽ ലഹരി മരുന്ന് വെച്ച് അവളെ ട്രാപ്പ് ചെയ്തു. അതുകൊണ്ട് അയാള് ആടന്റെ സഹായത്തോടെ മേഘയെ. ഇനി ഈ റോക്കി എന്തിനാണ് ഇയാളെ കൊല്ലാൻ വന്നതെന്ന് റോക്കിക്ക് മാത്രമേ അറിയൂ. അത് ഈ പടത്തിൽ പറയുന്നില്ല. ഇവൻ എന്തിനാണ് ഇയാളുടെ ചിത്രമൊക്കെ വരച്ച് അതിൽ ആണി അടിച്ച് കയറ്റിയതെന്ന് എനിക്കറിയില്ല. അത് എഴുതി കാണിച്ചാ മതിയാ. ഇവരുടെ കൂട്ടുകാരിയെ കൊന്നത് ഇടിക്കുള ആയതുകൊണ്ട് തന്നെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവര് ഇടിക്കുളയുടെ വീട്ടിൽ വന്ന് താമസിച്ചു. നല്ലൊരു അവസരം കിട്ടിയപ്പോ ഇവരയാളെ കൊന്നു. അത്രേ ഉള്ളൂ. ഇത് ആദ്യം തന്നെ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ വീട്ടിൽ ആകെപ്പാടുള്ളത് ഈ ഇടിക്കുളയും ബാസിയും പിന്നെ ഈ 4 പേരുമാണ്. ബാസി ആണെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് പോകും. പിന്നെ ഉള്ളത് ഇടിക്കുളയും ഈ 4 പേരുമാണ്. ഇവരെ മര്യാദയ്ക്കൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉള്ള സത്യമൊക്കെ ആദ്യം തന്നെ മനസ്സിലായിണ്ടാവും. ഇത് കണ്ടുപിടിക്കാൻ ഇപ്പൊ വലിയ ഐൻസ്റ്റീന്റെ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ലാൽമോഹൻ അതിനൊന്നും സമയമില്ല. അയാൾക്ക് ചായ കൊടുക്കാനും ചിക്കൻ തിന്നാനും ഒക്കെ അറിയുള്ളൂ. എങ്ങനെയുണ്ട് ചായ? കൊള്ളാം സാർ. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ്. അവസാനം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. നമ്മുടെ ജീവ ജയിലിന് പുറത്തേക്ക് വരും. ആ അത് പറഞ്ഞപ്പോഴാ ഈ ജീവ എന്തിനാണ് ജയിലിൽ കിടക്കണത്? ഇനി നമ്മൾ കാണുന്നത് ജയിലിന് പുറത്തായിരിക്കും. ആ ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. സാറേ, ആ താ റിലീസായ ഈ പോലീസ് ഡേ കണ്ടിട്ട് എന്റെ ഒരു ഡേ വെറുതെ പോയി. ഓ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ ഒക്കെ ഒരു അവസ്ഥയെ. കണ്ടവന്റെ കക്കൂസ് കഴുകി എച്ചിപ്പാത്രവും കഴുകി ഉണ്ടാക്കിയ കാശാ സാറേ ഒരു ഗുണവും ഇല്ലാതെ പോയത്. ഇതിന്റെ കഥ എന്ന് പറഞ്ഞപ്പോ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഇപ്പൊ 1 രൂപ താഴത്തേക്ക് വീണു. നമ്മൾ എന്താ ചെയ്യാ? നമ്മളത് അപ്പൊ തന്നെ കുനിഞ്ഞെടുക്കും. പക്ഷെ ഇയാളുടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാന്നറിയോ? ഇയാൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് 2 ചായ കുടിച്ച്, പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് 2 ചായ കുടിച്ച്, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് 1 രൂപ എടുക്കും. അതാണ് ഇതിന്റെ കഥ. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ്.